പപ്പബുക്ക നമ്മളൊരു ആൻറ്റി വാർ ഫിലിം എന്നുള്ള തരത്തിലേക്ക് അതിന് എല്ലാ കാലത്തും പ്രസക്തമാണ്. This is the graveyard of soldiers who died in Papua New Guinea during World War II. പപ്പുവ ന്യൂ ഗിനി ആദ്യമായിട്ടാണ് ഒരു സിനിമ ഓസ്കാറിന് അയക്കുന്നത്. അവരുടെ രാജ്യം ഒരു 50 വർഷം ഇൻഡിപെൻഡൻസിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുകയാണ് അവർ. പപ്പുവ ന്യൂ ഗിനിയിൽ നിന്ന് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആളുകളും അവിടുന്ന് നമ്മൾ കണ്ടെത്തിയ ആളുകളാണ്. ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് തന്നെ. 100 million Plamaniകളോ സപ്ലൈ ഡയലോഗ് സിക്ക് സപ്ലൈ ഡയലോഗ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ തള്ളിക്കയറ്റുന്ന ആണ്, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ കാണുന്നതാണ് ഒരു നല്ല കലാസൃഷ്ടി എന്നുള്ളത് സിനിമയ്ക്ക് മാത്രമാണ്. അതൊരു സിനിമയുടെ ബിസിനസ്സാണ്. പിറവി ഇറങ്ങിയ വർഷം അല്ലെങ്കിൽ സ്വയംവരം ഇറങ്ങിയ വർഷം, ആ വർഷം ആ സിനിമകളൊന്നും അധികം പേര് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ആ സമയത്ത്. അതേ വർഷം 100 ദിവസം ഓടിയ ഏതോ സിനിമയുണ്ട് ഇല്ലേ? ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയൂ. IFFK എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് താല്പര്യപ്പെട്ട് സിനിമ അയക്കാൻ കാത്തിരിക്കുന്ന ഫിലിം മേക്കേഴ്സ് അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ലോക സിനിമകളുടെ ഒരു ഭൂപടത്തിൽ, ഫെസ്റ്റിവലിൻ്റെ ഒരു ഭൂപടത്തിൽ IFFK ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് അല്ല. അക്കാഡമികളുടെ തലപ്പത്തിരിക്കുന്നവരായാലും നമ്മളുടെ സാംസ്കാരിക വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവരായാലും ഒന്നും ഇത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാറുമില്ല. ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക്, ക്രെഡിബിളായിട്ടുള്ള ചലച്ചിത്രമേളകളിലേക്ക് നമ്മുടെ സിനിമകൾ പോകാത്തതിൻ്റെ കാരണം നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സിനിമകൾ ഉണ്ടാവാത്തത് മാത്രമല്ല, കാരണം സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഫിലിം മാർക്കറ്റ് തുടങ്ങണമെന്ന് നമ്മൾ പറയും. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തോ നടത്തുന്നുണ്ട്, ഈ വർഷം എന്തോ നടത്തുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് ഫിലിം മാർക്കറ്റ് എന്നാണ് വിചാരിക്കുന്നത്. കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഫിലിം മാർക്കറ്റ് ആയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല ഫിലിം മാർക്കറ്റ്. വനിതകളും പട്ടികവർഗത്തിൽപ്പെട്ട സംവിധായകരും ഉണ്ടാക്കുന്ന സിനിമകൾ, അവരുണ്ടാക്കുന്ന സിനിമകൾ മാത്രം ഇൻ്റർനാഷണൽ ലെവലിൽ പോയാൽ മതിയോ? ബാക്കി എത്ര സിനിമകൾ പോകുന്നുണ്ട് ഇവിടുന്ന്? മലയാളത്തിൽ 200-250 സിനിമ ഉണ്ടാകുന്നില്ലേ? ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് സർക്കാർ 1.5 കോടി കൊടുക്കുന്നു, ഇവർ സിനിമ ഉണ്ടാക്കുന്നു, അത് മൊത്തം കുഴപ്പമാണ്, ദൂർത്തടിക്കുന്നു, കുഴപ്പമാണ്. അങ്ങനെയല്ലെന്നേ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിക്ക് ഉത്തരവാദി KSFDC ആണ്. അല്ലെങ്കിൽ KSFDC ആണ് പ്രൊഡക്ഷൻ. അവിടെ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് KSFDC ഉത്തരവാദിത്തമാണ്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. അതിന് ബന്ധപ്പെട്ട KSFDC ചെയർമാനും MD-യും ആണ് അതിന് ആൻസർ പറയേണ്ടത്. അവരത് മെച്ചപ്പെടുത്തട്ടെ. അവരെ മെച്ചപ്പെടുത്താനുള്ള ഉപദേശങ്ങൾ അടൂർ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് കൊടുക്കട്ടെ. സെൻസർ ബോർഡ് എന്ന് പറയുന്ന സിസ്റ്റം ഹൈലി കറപ്റ്റഡാണ്. അവർ ഹൈലി എന്താ പറയുക, ഒരു പൊളിറ്റിസൈസ്ഡാണ്. അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി മോട്ടോ ആണ്. പക്ഷേ അതിനെതിരായ സിനിമകളാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഫിലിം മേക്കേഴ്സിന് കുറവുണ്ട്. Papabuka. Oh, okay. ഏറ്റവും പുതിയ സിനിമയാണ് പപ്പാബുക്ക. പപ്പുവ ന്യൂ ഗിനിയുടെ ആദ്യത്തെ ഓസ്കാർ എൻട്രിയാണ്. ഇന്ത്യയുടെ സഹകരണത്തോടു കൂടി നിർമ്മിച്ച സിനിമയാണ്. തൻ്റെ അടുത്ത സിനിമ പപ്പാബുക്ക ആയിരിക്കും എന്ന് തീരുമാനിച്ച ആ മൊമെന്റ് അതെങ്ങനെയായിരുന്നു? പപ്പബുക്ക ശരിക്കും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായ ഒരു പ്രോജക്റ്റ് അല്ല. അതൊരു ഏതാണ്ട് ഒരു 5-6 വർഷം അതിൻ്റെ വേണ്ടി വന്നു ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മറ്റ് സിനിമകൾ, ഇപ്പോൾ അദൃശ്യകാലങ്ങളൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് തന്നെയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2019 അതിൻ്റെ ഒരു ഡിസ്കഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെ പപ്പുവ ന്യൂ ഗിനിയിലുള്ള ആൾക്കാരുമായിട്ടൊരു സ്ക്രിപ്റ്റ് ആലോചിക്കുന്നു. ആദ്യം സ്ക്രിപ്റ്റല്ല, അവിടെ വേറെ കുറച്ച് അവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രെയിനിങ്ങുകൾ എടുക്കാനൊക്കെ ആയിട്ടാണ് ഒരു ഇൻവിറ്റേഷൻ വന്നത്. പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നീടൊരു സിനിമ എന്നുള്ള തരത്തിലേക്ക് ആലോചിച്ചു. അപ്പോൾ ആ രീതിയിൽ കുറേ ഡിസ്കഷൻസ് നടന്നു. അതിനിടയ്ക്ക് പിന്നെ കോവിഡ് വന്നു. അങ്ങനെ കുറച്ച് ഡിസ്കഷൻസ് കുറച്ച് ഡിലേ ആയി. പിന്നീട് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും 2 കോപ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ 2 രാജ്യങ്ങൾ തമ്മിലാവുമ്പോഴേ അതിൻ്റേതായ കുറച്ച് ഒരു ഡിലേ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സ്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഡിലേ ആയിട്ട് ഏതാണ്ടൊരു 2024 പിന്നീട് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്നോട്ടേ അതിൻ്റെ ഒരു ഡിസ്കഷൻസ് ഉണ്ട്, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സുണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റിന്മേൽ പിന്നീട് വീണ്ടും അതിൻ്റെ ഒരു പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ അതിൻ്റെ ഒരു കാര്യങ്ങളും നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ യാത്രകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ലോങ് ഡിസ്കഷനാണ്. നമ്മൾ ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു പ്രോസസ്സല്ല, അതൊരു നല്ല സമയമെടുക്കുന്നൊരു പ്രോസസ്സ്. അതെ. ചരിത്രമാണല്ലോ സിനിമ സംസാരിക്കുന്നത്. മരിച്ചുപോയ സൈനികരെ കഥ പറയുന്ന, അതും ചരിത്രത്തിനുപരി ഒരു യാത്ര കൂടിയാണ്. പപ്പുവ ന്യൂ ഗിനിയിലേക്കുള്ള 2 ഗവേഷകരുടെ യാത്ര കൂടിയാണ് പപ്പാബുക്ക സംസാരിക്കുന്നത്. എങ്ങനെയായിരുന്നു അവിടുത്തെ ചിത്രീകരണം? ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടൊരു 85 വയസ്സുകാരനായ ഒരു വ്യക്തിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ അവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു എന്നൊക്കെ. അപ്പം എങ്ങനെയായിരുന്നു ആ
ചിത്രീകരണത്തിന്റെ അനുഭവങ്ങൾ? അത് പപ്പനുവിനി ഒരു എന്താ പറയുക, അത് ആ രാജ്യത്തിന് തന്നെ വേറൊരു പേരുണ്ട്, ഒരു ലാൻഡ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു അതിനൊരു നിക് നെയിം തന്നെയുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായി എന്ത് സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ പപ്പനുവിനി എന്ന് പറയുന്നത്. മാത്രമല്ല ജിയോഗ്രഫിക്കലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ വളരെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഗതി തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം. അത് പിന്നെ അത് ചരിത്രപരമായിട്ട് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ പറഞ്ഞ പോലെ അതൊരു ഇന്ത്യയുടെയും പപ്പനുവിനിയുടെയും ഒരു ഹിസ്റ്ററിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫിക്ഷനല്ല, അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു എലമെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ റൂട്ടറായിട്ടാണ് ആ സിനിമ മൊത്തം സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചിത്രീകരണത്തിന് നമുക്ക് ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഒരു പ്രധാന ഘടകം. നമ്മൾ അവിടെ നിന്നുള്ള കാസ്റ്റ് കൃത്യമാവുക. പ്രത്യേകിച്ച് ഈ ഒരു 85 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു ക്യാരക്ടറാണ് അതിനകത്തൊരു ലീഡ് റോള്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓഡിഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ ഒന്നാമത് 85 വയസ്സുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം, അതിൽ തന്നെ ഒരു ക്യാമറ ഫ്ലൈറ്റൊന്നും ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കുക. മിക്കവാറുള്ളവരൊന്നും അവരൊരു സിനിമ കാണുകയോ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സിനിമയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അഭിനയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക. അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോൾ പ്രകാശ് ബാലയും മൃതാ ചക്രവർത്തി ഒഴിച്ചിട്ട് അവർ മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രൊഫഷണൽ ആക്ടേഴ്സായിട്ട് ഇവിടുന്നുള്ളത്. ബാക്കി പപ്പനുവിനിയിൽ നിന്ന് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആളുകളും അവിടുന്ന് നമ്മൾ കണ്ടെത്തിയ ആളുകളാണ്. ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചിട്ട് എടുക്കുക, അവരെ ഒരു നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു അവരെ നമ്മൾ ആക്ച്വലി അവരെ അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മീൻസ് നമ്മളൊരു ട്രെയിൻ ചെയ്യിക്കേണ്ടി വന്നിട്ടില്ല. അവർ ഈ പറഞ്ഞൊരു വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് അവരത് പെർഫോം ചെയ്തിരിക്കുന്നത്. അവർക്കൊരു റിയലിസ്റ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുക, അതായിരുന്നു നമുക്ക് വേണ്ടുന്നത്. നമുക്കവർ അഭിനയിക്കുന്നതിനപ്പുറത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരത് ബിഹേവ് ചെയ്ത് നമുക്ക് തിരിച്ചു തരിക എന്നുള്ളത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അവിടുത്തെ ആൾക്കാർ ശരിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവരത് അതിൽ അണ്ടർസ്റ്റാൻഡ് വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നൈസർഗികമായിട്ട് അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിനെ ബോബോർ എന്ന് പറയുന്ന സിനെങ്കിള് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് നമ്മൾ ഷൂട്ടിങ്ങിന് തുടക്കം തൊട്ട് തന്നെ അദ്ദേഹത്തിന് റോളില്ലെങ്കിലും ആദ്യമേ വരും. രാത്രി എത്ര വൈകിയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെക്കാൾ ചുറുകുറുക്കോടൊക്കെയാണ് അദ്ദേഹം നിന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു ഹോൾ ക്രൂ അവിടെ നിന്നായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പാമ്പുകളുടെ ഇടയിൽ ഉള്ള വിഷപ്പാമ്പുകളായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു പാർക്കിലാണ്, അവിടെ ഒരു നാഷണൽ പാർക്കുണ്ട്, ഈ വാരിയറാത്ത നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞത്. ഒരു നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞെങ്കിലും അതൊരു ഏക്കറുകൾ പിന്നെ പരന്ന് കിടക്കുന്ന ഒരു കാടാണത് ശരിക്കും. അതിനകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഈ പിന്നെ സ്നേക്കുകൾ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ്. പൊതുവേ പപ്പനുവിനി അത്തരത്തിലുള്ളൊരു ഈ വിഷമുള്ള പാമ്പുകൾക്ക് പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ പാർക്കിൽ അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ലോക്കലായിട്ടുള്ള ആളുകളാണ്. അവർ ഈ പപ്പനുവിനിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ഈ കാടൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവർക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം, അത് വന്നാൽ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളത് അറിയാം. ഈ നമുക്ക് മാത്രമേ ഉള്ളായിരുന്നു, ഇന്ത്യൻ ക്രൂവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേടി. അവരത് വളരെ കൂളായിട്ട് തന്നെയാണ്. അവരത് പാമ്പൊക്കെ അടുത്തൂടെ പോലും ഉപദ്രവിക്കാതെ അതിനെ കടത്തി വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് അങ്ങനൊരു ബുദ്ധിമുട്ടില്ല. അവർ ഈ പ്രകൃതിയുമായിട്ട് കുറച്ചുകൂടെ ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് അവരിലൊരു വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവർ മാനേജ് ചെയ്തോളും എന്നൊരു ഉറപ്പിലാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 3 ദേശീയ അവാർഡുകൾ ലഭിച്ച വ്യക്തി എന്ന നിലയിൽ സമീപകാലത്തെ ദേശീയ അവാർഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം രാഷ്ട്രീയം എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ കൈകടത്തി വയ്ക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ മികച്ച ചിത്രമായിട്ട് കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമ ഒന്ന് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കുകയും ചെയ്തു. അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അവാർഡ് നൽകുന്നതിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അതൊരു കുറ്റകൃത്യം കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു നുണപ്രചാരണത്തെ കൂടുതൽ ആൾക്കാരിലേക്ക് അവാർഡിലൂടെ എത്തിക്കുകയാണ്. അതിനെങ്ങനെയാണ് ദേശീയ അവാർഡ് ജേതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു? അവാർഡുകൾ ഓൾമോസ്റ്റ് അതിപ്പോൾ നമ്മളിപ്പോൾ ദേശീയ അവാർഡായാലും സ്റ്റേറ്റ് അവാർഡായാലും ഒക്കെ തന്നെ അത് കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ടുണ്ട് ഇപ്പോഴേ. അതായത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനം ഈ അവാർഡ് ആര് നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. ഏത് അവാർഡും നമ്മളൊരു അവാർഡിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവാർഡ് നമുക്ക് നൽകിയത് അത് സെലക്ട് ചെയ്തത് ആരാണ്, ആ ജൂറി മെമ്പേഴ്സ് ആരാണ്, അവരുടെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണ് നമ്മളതിനെ അസസ് ചെയ്യുന്നത്.
അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകൾ ജൂറിയിൽ കടന്നുകൂടുകയും അങ്ങനെ ഒരു മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദേശീയ പുരസ്കാര ജൂറിയിലൊക്കെ ദേശീയ പുരസ്കാരം കിട്ടിയ ആളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ദേശീയ പുരസ്കാരം കിട്ടണമെന്നില്ല, സംസ്ഥാന പുരസ്കാരം കിട്ടണമെന്നൊന്നുമില്ല, ആർക്കും ജൂറി ആവാം. അതിന് പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റി ഒന്നും വേണ്ട. അപ്പോൾ സിനിമയായിട്ട് പുലബന്ധം പോലും ഇല്ലെങ്കിലും ജൂറി ആവാം. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന സിനിമകളുടെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവരത് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റോടുകൂടി ജൂറിയിലേക്ക് ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് അവരത് ആ സിനിമകളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം സിനിമകളെ എങ്ങനെയാണ് പിന്നെ റെക്കഗ്നൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രെഡിബിൾ ജൂറി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് സിനിമയുടെ ക്രെഡിബിലിറ്റിയും സിനിമയുടെ ഒരു ആർട്ടിസ്റ്റിക് സെൻസും വെച്ചിട്ടായിരിക്കും അവരെ തിരഞ്ഞെടുക്കുക. അതല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട വരുന്നതാണ്. അപ്പോൾ അത് ഈ അവാർഡുകൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ കുറച്ച് സിനിമകൾക്ക് അവാർഡ് കിട്ടി പോകുന്നു എന്നുള്ളതല്ലാതെ ഏതാണ്ട് മൊത്തത്തിൽ അവാർഡുകളെ ഒരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അതിനുള്ള ഒരു ടൂളായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അവാർഡിൻ്റെ ഒരു ജൂറിയുടെ ഒരു നിലവാരം അനുസരിച്ചിട്ടാണല്ലോ അതിന് മൊത്തത്തിൽ വരിക. അപ്പോൾ അതിനിടയ്ക്ക് അബദ്ധത്തിൽ ഏതെങ്കിലുമൊക്കെ ചില നല്ല സിനിമകൾ പെട്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ഭൂരിപക്ഷം സിനിമകളും അവർക്ക് ആവശ്യമുള്ള സിനിമകളാണ് തിരികെ കയറ്റി. അതിനിടയ്ക്ക് പിന്നെ വലിയ നിർബന്ധമില്ലാതെ ചില സിനിമകൾ കയറി പോകുന്നതാണത്. അതിനകത്ത് പൊളിറ്റിക്കലാണത്. എല്ലാം പൊളിറ്റിക്കലാണ്. ഡിസർവ്ഡ് ആണോ എന്നുള്ളത് നമ്മളത് ഒന്ന് നോക്കിയാൽ മതി. ജൂറിയുടെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മതി. ആരാണ് ഈ ജൂറി ചെയർമാന്മാർ, ആരാണ് ജൂറി അംഗങ്ങൾ എന്നുള്ളത് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിൽ തന്നെ ആ ആൾക്കാരുടെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണല്ലോ നമ്മൾ ആ സിനിമകളെ അനലൈസ് ചെയ്യേണ്ടത്. ആ സമയത്ത് തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ ഉണ്ടല്ലോ, അത് ഒരിക്കലും മറ്റ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളുടെ ഒപ്പം നിൽക്കുന്നവയല്ല എല്ലാം കൊണ്ടും. ഇപ്പോൾ നിലവിൽ തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ജൂറി മാറിക്കൊണ്ടിരിക്കുന്ന ചെയർമാൻ, ഒരു സ്ഥിര ചെയർമാൻ ഇല്ലാത്തതും സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നതിൽ വലിയൊരു കാലതാമസം നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഇനി എത്രത്തോളം പരിഷ്കരണം ആവശ്യപ്പെടുന്നുണ്ട്? നമ്മുടെ കേരളത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന് പറഞ്ഞാൽ ഇപ്പം 30 വർഷമായിട്ടുണ്ട്. 30 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവൊന്നുമല്ല. 30 വർഷത്തിനകം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കേരള ചലച്ചിത്രമേള ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ, അറ്റ്ലീസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇവൻ്റാക്കി മാറ്റാൻ പറ്റാതെ പോയെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാര്യം നമ്മുടെ മേള നമുക്ക് മാത്രമേ അറിയുള്ളൂ, കൂടിപ്പോയി ഇന്ത്യക്കകത്തേ അറിയുള്ളൂ. IFFK എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പിന്നെ താല്പര്യപ്പെട്ട് സിനിമ അയക്കാൻ കാത്തിരിക്കുന്ന ഫിലിം മേക്കേഴ്സ് അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഫിലിം മേക്കേഴ്സിനും ഈ IFFK ഒരു ലോക സിനിമകളുടെ ഒരു ഭൂപടത്തിൽ, ഫെസ്റ്റിവലിൻ്റെ ഒരു ഭൂപടത്തിൽ IFFK ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് അല്ല. നമുക്ക് ശേഷം തുടങ്ങിയ പല മേളകളും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേളകളാണ്. ഇപ്പോൾ താലിൻ ചലച്ചിത്രമേളയായാലും ബുസാൻ ചലച്ചിത്രമേളയായാലും ഒക്കെ അത് നമ്മളൊക്കെ വർഷം കുറവാണ്. അതൊക്കെ 20 വർഷം 22 ഒക്കെ വർഷങ്ങളെ ആവുന്നുള്ളൂ. അവർ പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയായി. നമ്മളിപ്പോഴും നമ്മുടെ ഒരു ലോക്കൽ ഉത്സവത്തിനപ്പുറത്തേക്ക് നമുക്ക് ഈ നമ്മുടെ ഒരു സിനിമകളുടെ നമ്മൾ ഈ നമ്മുടെ സിനിമകൾ പലപ്പോഴും ഒരു സമയത്ത് സഞ്ചരിച്ചിരുന്നത് ഈ അമ്പലത്തിലെ ഉത്സവത്തിന് തിളമ്പേറ്റാൻ ഉള്ള അതായിരുന്നു നമ്മുടെ സിനിമകളുടെ ഒരു പ്രമേയം, അതായിരുന്നു നമ്മുടെ ഒരു ആഘോഷം. ഇപ്പോഴും അത്ര ആഘോഷത്തിലാണ് നമ്മൾ പലപ്പോഴും പല സിനിമകളും നമ്മൾ കുടുങ്ങിപ്പോയത്. അതുപോലെ എനിക്ക് തോന്നുന്നു IFFKയും കുടുങ്ങിപ്പോയത് നമ്മളൊരു ലോക്കൽ ഉത്സവം, ആ ഒരു തിളമ്പേറ്റുന്ന ഒരു ആഘോഷം എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു അന്താരാഷ്ട്ര പിന്നെ ഇടങ്ങളിൽ അക്നോളജ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വളർത്താൻ പറ്റിയിട്ടില്ല. ആ വളർത്താൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു നമ്മൾ മാറി വരുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ലോക ചലച്ചിത്രമേളകൾ എന്താണ് എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്ന ആളുകളോ അവിടെയൊക്കെ പോയി പരിചയമുള്ള ആളുകളോ ഒക്കെ ഇതിൻ്റെ ഒരു നേതൃസ്ഥലത്തേക്ക് എത്തുന്നില്ല. അക്കാഡമി മെമ്പർമാർ പോലും ആയിട്ട് അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ആ വിഷനില്ല. അവർക്കിതെങ്ങനെയാണ്, അവർക്ക് ഒരു ഉത്സവം നടത്തുന്ന പോലെ നടത്തി പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അതിനെ ഒരു വിഷൻ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്കടുത്തൊരു 4-5 വർഷം കൊണ്ടെങ്കിലും നമുക്കൊരു ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രമേള, ലോകത്തെ പോട്ടെ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്രമേളയായിട്ട് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കൊരു ഉത്സവത്തിനപ്പുറത്തൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ കൂടുന്നു, കുറേ സിനിമകൾ കാണുന്നു, ആഘോഷിക്കുന്നു, അപ്പുറത്തിപ്പുറത്തൊക്കെ പാട്ട് നടക്കുന്നു, പിന്നെ താരങ്ങളെ ആദരിക്കുന്നു, പിന്നെ നമ്മളെന്താ പറയുക, നടിമാരെ ആദരിക്കുന്നു, നടന്മാരെ ആദരിക്കുന്നു, പൊന്നാട കൊടുക്കുന്നു. മലയാള സിനിമകൾക്ക് അതുകൊണ്ട്, മലയാളത്തിൽ ഉണ്ടാക്കപ്പെടുന്ന സിനിമകൾക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? ഈ ചലച്ചിത്രമേള കൊണ്ട് എന്തെങ്കിലും എക്സ്പോഷർ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നുണ്ടോ? പുതിയ അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ നിർമ്മിക്കുവാനായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സീറോയാണ്. അതിനകത്ത് ഒന്നും നമുക്ക് പറ്റുന്നില്ല. അതുപോലെ ലോകത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാരെങ്കിലും ഈ സിനിമയിലേക്ക് പടം അയക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടോ, പ്രിഫർ ചെയ്യുന്നുണ്ടോ, അവരുടെ സിനിമകൾ പ്രീമിയർ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്നും ഇല്ല. ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ നിന്ന്
സിനിമകൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലേക്ക് എത്തുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് അതിനുള്ള ഇനിഷ്യേറ്റീവ് കാണുന്നില്ല, കുറവാണ്. ഇപ്പം തന്നെ വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമ ഇപ്പം ഷാങ്കായി ചലച്ചിത്രമേളയിലേക്ക് പോയി. അതിനു മുമ്പ് പോയത് താങ്കളുടെ സിനിമയാണ്. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അവിടെ വന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്? അത് സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണോ അതോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണോ? എങ്ങനെയാണ് അത് ഉണ്ടായി വരേണ്ടത്? നമ്മളൊരു കഴിഞ്ഞ ഒരു 10-15 വർഷം അല്ലെങ്കിൽ ഒരു 10-20 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളിലേക്ക്, അതായത് നമ്മൾ ഈ ഫിയാഫിൻ്റെ അക്രഡിറ്റേഷനുള്ള പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളുണ്ട്. ആ ചലച്ചിത്രമേളകളിലേക്ക് ഓരോ വർഷവും പോകുന്ന സിനിമകളുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് വളരെ കുറച്ച് സിനിമകളെ പോയിട്ടുള്ളൂ. വിരലിലെണ്ണാവുന്ന സിനിമകളെ പോയിട്ടുള്ളൂ. ഒരു 10-15 സിനിമകളെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് പോയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സിനിമകളൊക്കെ കൂടുതൽ സിനിമകൾ മറാത്തിയിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കൾച്ചറുള്ള, ഇത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള നമ്മുടെ സ്ഥലത്തു നിന്ന് ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക്, ക്രെഡിബിളായിട്ടുള്ള ചലച്ചിത്രമേളകളിലേക്ക് നമ്മുടെ സിനിമകൾ പോകാത്തതിൻ്റെ കാരണം നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സിനിമകൾ ഉണ്ടാവാത്തത് മാത്രമല്ല, കാരണം സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ആ സിനിമകളെ നമുക്ക് വേണ്ടുന്ന വേദികളിലേക്ക് എത്തിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് IFFK ആയിരുന്നു. IFFKയിലൂടെയാണ് അത് കൊണ്ടുപോകേണ്ടത്, അവിടുത്തെ മാർക്കറ്റിലൂടെയാണ് കൊണ്ടുപോകേണ്ടത്. അവിടെ ഒരു ഫിലിം മാർക്കറ്റ് തുടങ്ങണമെന്ന് നമ്മൾ പറയും. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തോ നടത്തുന്നുണ്ട്, ഈ വർഷം എന്തോ നടത്തുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് ഫിലിം മാർക്കറ്റ് എന്നാണ് വിചാരിക്കുന്നത്. കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഫിലിം മാർക്കറ്റ് ആയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല ഫിലിം മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു സിനിമകളെ ലോകത്തെ പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളിലേക്ക് കൊണ്ടുപോകാനായിട്ടും അവിടെ പിച്ച് ചെയ്യാനുമായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു ബോധപൂർവമായ ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ശ്രമങ്ങൾ ഉണ്ടായാലേ നമ്മുടെ സിനിമകൾ പോവുള്ളൂ. അതല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതല്ല. ഇപ്പോൾ വിക്ടോറിയയുടെ കാര്യം പറഞ്ഞാലും എൻ്റെ സിനിമകളുടെ കാര്യം പറഞ്ഞാലും ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ആൾക്കാരുടെ സിനിമകളായാലും അവരവരുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യം കൊണ്ടും അവരങ്ങനെ ബുദ്ധിമുട്ടിയും അയച്ചുമൊക്കെയാണ് അവരുടെ സിനിമകൾ പോയിട്ടുള്ളത്. അതല്ലാതെ സ്റ്റേറ്റ് ആസ് എ കളക്റ്റീവ് എന്നുള്ള രീതിയിൽ ഈ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയോ KSODC അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും വലിയ 2 ഏജൻസികളാണ്, അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ കുഴപ്പം. ഈ പറയുന്ന പോലെ തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്ന സിനിമകൾ തിരിച്ച് തിയേറ്ററിൽ എത്തുമ്പോൾ അവിടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഇത് ചില സിനിമകൾ കേട്ടോ. അതിന് എന്തൊക്കെ തരത്തിൽ നമുക്ക് ഇനി സമാന്തര സിനിമകളെ അല്ലെങ്കിൽ സ്വതന്ത്ര സിനിമകളെ നമുക്ക് ശക്തിപ്പെടുത്താൻ എങ്ങനെയൊക്കെ സാധിക്കുക? ശരിക്കും ഈ സ്വതന്ത്ര സിനിമകൾ നമ്മൾ തിയേറ്ററിലേക്ക് എത്തുമ്പോഴേ ഈ നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അതിനെ അങ്ങനെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മളൊരു ന്യൂനപക്ഷമായ ആൾക്കാരാണ് ഇത്തരം സിനിമകൾ കാണാൻ വരുന്നത്. പക്ഷേ ആ കാണികളുടെ എണ്ണത്തെ ഗ്രാജുവലായിട്ട് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഗ്രാജുവലായിട്ട് കൂട്ടണം എന്താണ് ചെയ്യേണ്ടത്? ആ സിനിമ അവിടെ ഉണ്ടാവണം. ഒരാഴ്ചയോ 2 ആഴ്ചയോ ആ തിയേറ്ററിൽ സിനിമ ഉണ്ടാവണം. ആ തിയേറ്ററിൽ സിനിമയെ നിലനിർത്തുക. 10 പേരെ ആദ്യം കാണാനുള്ളെങ്കിലും അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ 10 പേര് വീതം കണ്ടിട്ടാണ് ഒരു ഇത്തരം സിനിമകൾക്ക് 5-10 വർഷം കഴിയുമ്പോൾ ആ എണ്ണം കൂടി വരുന്നത്. ഈ ലോകമെമ്പാടും അങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റിക് സിനിമകളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കോട്ടാ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇറാനിലായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറാത്തിയിലൊക്കെ ഇത്തരം സിനിമകൾക്ക് കോട്ടാ സമ്പ്രദായമുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഒരു കോട്ടാ സമ്പ്രദായം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ അവിടെ എത്തിയാൽ കാണാം ഉള്ള ഒരു സ്പേസ് നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. തിയേറ്ററിൽ വരുന്നു, 2 ദിവസം കൊണ്ട് പോകുന്നു, ഒരു OTTയിലും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ സിനിമകളെ നമ്മൾ ആൾക്കാരിലേക്ക് എത്താൻ ഒരു 5% ആൾക്കാരിലേക്കെങ്കിലും എത്തിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഫിലിം മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് ലോകത്തെ ശരിക്കും ചലച്ചിത്രമേളകളിൽ എന്താണോ ഫിലിം മാർക്കറ്റ് അതാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അതല്ല കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് അറിയണമെങ്കിൽ ആദ്യം വരെ പോയിട്ട് ആ ഫിലിം മാർക്കറ്റ് എന്താണെന്ന് കണ്ടു പഠിക്കണം. എന്നിട്ട് അതേ രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തിയേറ്ററുകളിൽ കോട്ട സമ്പ്രദായം ഉണ്ടാക്കുക, ഈ പറയുന്ന പോലെ ഈ അംഗീകൃതമാകുന്ന സിനിമകൾക്ക് ഒരു സബ്സിഡി സംവിധാനം ഉണ്ടാക്കുക. ഇതൊക്കെ വർഷങ്ങളായിട്ട് പറയുകയും വർഷങ്ങളായിട്ട് കുറേയേറെ പ്രപ്പോസലുകൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാകുന്ന ആളുകളല്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ അക്കാദമികളുടെ തലപ്പത്തിരിക്കുന്നവരായാലും നമ്മളുടെ സാംസ്കാരിക വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവരായാലും ഒന്നും ഇത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാറുമില്ല. അതാണ് പ്രശ്നം. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ചോദിക്കുകയാണ്, സിനിമകൾ തിയേറ്ററിൽ എത്തണമെന്നും ഒരുപാട് ആൾക്കാർ കാണണമെന്നും അത് സാമ്പത്തികമായിട്ട് വിജയം നേടണമെന്നും തോന്നാറില്ലേ, ആഗ്രഹിക്കാറില്ലേ? ഞാനിപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയൊക്കെ കൂടുതൽ നമുക്ക് സാഹിത്യമാണ് വലുതായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ, ഒരു കാലത്തല്ല ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നത്, ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പും മംഗളം ആഴ്ചപ്പതിപ്പുമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇറങ്ങുന്നത് എനിക്കൊന്നൊരു 10,000 കോപ്പിയോ 20,000 കോപ്പിയാണ് ഇറങ്ങുന്നത്. മറ്റേത് ലക്ഷക്കണക്കിന് പ്രിൻ്റാണ്.
നമ്മളാരും ചോദിക്കാറില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനും അല്ലെങ്കിൽ മാധ്യമത്തിനും മലയാളത്തിനും ഒക്കെ ഒരു 1 ലക്ഷം 2 ലക്ഷം കോപ്പി അടിക്കണ്ടേ, അത് ഇത്രയും പേര് വായിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ല. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ജനങ്ങളെ കൂടുതൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ജനങ്ങളെ തള്ളിക്കയറ്റുന്ന ആണ്, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ കാണുന്നതാണ് ഒരു നല്ല കലാസൃഷ്ടി എന്നുള്ളത് സിനിമയ്ക്ക് മാത്രമാണ്. അതൊരു സിനിമയുടെ ബിസിനസ്സാണ്, അതങ്ങനെയല്ല. പിന്നെ ഈ ഇത്തരം സിനിമകൾ നമുക്ക് കാണികളിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു തിയേറ്ററിൽ വന്ന് ഒരാഴ്ച ഞാൻ ചോദിക്കുന്നത്, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. ഇപ്പോൾ പിറവി ഇറങ്ങിയ വർഷം, തിയേറ്ററിൽ ഇറങ്ങിയ വർഷം, അല്ലെങ്കിൽ സ്വയംവരം ഇറങ്ങിയ വർഷം, ആ വർഷം ആ സിനിമകളൊന്നും അധികം പേര് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ആ സമയത്ത്. അതേ വർഷം 100 ദിവസം ഓടിയ ഏതോ സിനിമയുണ്ട് ഇല്ലേ? ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയൂ? സ്വയംവരം ഇറങ്ങിയ വർഷത്തിൽ 100 ദിവസം തിയേറ്ററിൽ ഓടി ആളെ കൂട്ടിയ സിനിമ ഏതാണ്? നമ്മൾ ചിലപ്പം ഗൂഗിൾ ചെക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിറവി ഇറങ്ങിയ വർഷത്തിൽ 100 ദിവസം ഓടിയ സിനിമ ഏതാ? പക്ഷെ പിറവി നമ്മളിപ്പോഴും സംസാരിക്കുന്നുണ്ട്, സ്വയംവരം നമ്മളിപ്പോഴും സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും അക്കാഡമിക്കലായിട്ട് കുട്ടികളത് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആ ഒരു 30 ദിവസത്തേക്കോ 15 ദിവസത്തേക്കോ നിൽക്കുന്നതല്ല. അതിങ്ങനെ വർഷങ്ങളോളം അക്കാഡമിക് പർപ്പസിന് വരുന്നു, അതല്ലെങ്കിൽ മറ്റേ ഫെസ്റ്റിവലുകൾ കാണിക്കുന്നു, മറ്റേ ഫിലിം സൊസൈറ്റികൾ കാണിക്കുന്നു, അതിൻ്റെ വ്യൂവർഷിപ്പ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമകളുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് അത് ഇറങ്ങുന്ന ഒരു 10 ദിവസമോ 15 ദിവസമോ അല്ല, പിന്നീട് കുറേ വർഷങ്ങളോളം അത് പല അക്കാഡമിക് പർപ്പസുകളായിട്ട് പല ഇടങ്ങളിലായിട്ട് ചുരുക്കം ആളുകൾ വീതം ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണം നമുക്കറിയില്ല. 15 പേരാവാം, 20 പേരാവാം, ലോകത്തിൻ്റെ പല കോണുകളിലാവാം. അത് എവിടേക്കാണ് സ്ക്രീൻ ചെയ്യുന്നതെന്നോ, ഏതൊക്കെ വർഷങ്ങളിൽ സ്ക്രീൻ ചെയ്യുന്നു, എവിടെയൊക്കെ സ്ക്രീൻ ചെയ്യുന്നു, എത്ര ആളുകൾ കാണുന്നു എന്നുള്ളൊരു കൃത്യമായ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിങ്ങനെ ഗ്രാജുവലി ആൾക്കാർ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ഇപ്പോൾ പിറവി കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനിടയ്ക്ക് കണ്ട ആൾക്കാരുടെ എണ്ണം എടുത്താൽ ആ സമയത്ത് തിയേറ്ററിൽ കണ്ട ഒരു കൊമേഴ്ഷ്യൽ സിനിമ കണ്ട ആളുകളുടെ എണ്ണത്തൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഈ കാഴ്ച നമ്മൾ കണക്കിലെടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ലോക ക്ലാസിക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ കുറസവയുടെ സിനിമകൾ കാണുന്നില്ലേ? അന്ന് തിയേറ്ററിൽ കണ്ടതിനൊക്കെ എത്രയോ കൂടുതൽ ആളുകൾ ഇപ്പോഴും കാണുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊരു ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ സാഹിത്യത്തിൻ്റെ ഉദാഹരണം അതാണ്. ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നമ്മൾ പറയുന്നു, ഇപ്പോഴും ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ലേഖനങ്ങൾ എഴുതേണ്ടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പണ്ട് മാതൃഭൂമിയിൽ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു റീഡബിലിറ്റി ഉണ്ട് ഇപ്പോഴും പല കാര്യങ്ങൾക്കും, ഒരു റെഫറൻസ് എന്നുള്ള രീതി കൂടിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത്തരം സിനിമകളെ കാണുന്നത്. ഇത്തരം സിനിമകൾ നമ്മളൊരു റെഫറൻസ് എന്നുള്ള രീതിയിൽ വരും കാലത്തേക്ക് കൂടിയുള്ള റെഫറൻസ് ആയിട്ടാണ് നമുക്ക്. അപ്പോൾ അതിനെ തിയേറ്ററിൽ പെട്ടെന്നുണ്ടാകുന്ന ഓടിക്കൂടുന്ന ഒരു ജനം, ആ ജനത്തിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അവർ കാണാൻ വരുന്നത് വേറെയാണ്, അവർക്ക് അതിനുള്ള ആവേശമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ ആവേശം കൊടുക്കാൻ പറ്റുന്ന സിനിമകളല്ല നമ്മുടെ സിനിമകൾ. പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ കാണുക, കാരണം സമകാലിക പ്രസക്തിയിൽ എല്ലാ കാലത്തും ഇപ്പം പാപ്പാബുക്കായാലും യുദ്ധത്തിൽ മരിച്ചുപോയ സൈനികരെ പറ്റിയിട്ട് സംസാരിക്കുന്നു, എൻഡോസൾഫാനെ പറ്റി സംസാരിക്കുന്ന സിനിമ എടുത്തിട്ടുണ്ട്, കുടിയേറ്റത്തെ പറ്റി സംസാരിക്കുന്ന സിനിമ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ലോകത്ത്, അതായത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഗാസയിലും മറ്റും. അപ്പോൾ അതൊക്കെ എല്ലാ കാലത്തും സംസാരിക്കേണ്ട സിനിമയാകുമ്പോൾ ഇത് പിന്നീട് റെഫർ ചെയ്യപ്പെടുമായിരിക്കും എന്ന പ്രതീക്ഷയാണ്. അത് ഇപ്പോഴായാലും അത് എത്തേണ്ട ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, അവിടേക്ക് സ്വാഭാവികമായിട്ട് എത്തുന്നുണ്ട്. അത് ലോകത്തിൻ്റെ പല കോണുകളിലും അത്തരത്തിലുള്ള ആളുകൾ കാണുകയും ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളോളം തുടരുകയും ചെയ്യും. അത് ഇതൊക്കെ എന്നത്തെ കാലത്തും ഒരു റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എൻഡോസൾഫാൻ്റെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞത് അത് ഇപ്പോഴും ആ സ്ഥിതിക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ റെഫറൻസ്. ഈ യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. എല്ലാ കാലത്തും അത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഇപ്പോൾ പാപ്പാബുക്ക നമ്മളൊരു ആൻറ്റി വാർ ഫിലിം എന്നുള്ള തരത്തിലേക്ക് അതിന് എല്ലാ കാലത്തും പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. വർഷങ്ങളോളം ഈ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധങ്ങൾ, അവരുടെ ഒരു എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഓരോ രാജ്യങ്ങളും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആൻറ്റിവാർ സിനിമകൾ എന്നും പ്രസക്തമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു മജോറിറ്റി അല്ല, ഒരു മൈനോറിറ്റി ആൾക്കാർ കണ്ടാണ് അതൊരു മജോറിറ്റി ആവുന്നത്. ഈ ഒട്ടേറെ മൈനോറിറ്റി ആളുകൾ കാണുമ്പോൾ അതൊരു മജോറിറ്റി ആവും. അതെ, ഒരുപാട് കാലത്തെ കാഴ്ചയാണ്. ഒരുപാട് നാളുകൾ അത് മാത്രമല്ല ഒരു ഡിഫറൻ്റായ ആളുകളിലേക്കാണ് എത്തുന്നത്. ഇപ്പം നമ്മുടെ തിയേറ്ററിൽ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ മാത്രമാണ് കാണുന്നത്, നമ്മുടെ തിയേറ്ററിലാണ് കാണുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ അതിന് വേറെ ഇടത്ത് റിലീസ് ചെയ്താലും അത് മലയാളികളാണ് കാണുന്നത്, അല്ലെങ്കിൽ കുറച്ച് മറ്റ് നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റുകളും കാണാം. പക്ഷേ ഇത്തരം സിനിമകൾ അങ്ങനെയല്ല. ഇത്തരം സിനിമകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രം ഓഫ് ആൾക്കാരിലേക്കാണ് നമ്മൾ ഈ സംഗതി പോകുന്നത്. നമ്മളൊരു പക്ഷേ കേരളം എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത, മലയാളം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരിലേക്കൊക്കെയാണ് ആ സിനിമകൾ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളിലൂടെ പോയി പല രാജ്യങ്ങളും
രാജ്യങ്ങളിലായിട്ട് ആ സിനിമകൾക്കൊരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വ്യൂവർഷിപ്പാണ്. അതാണ് ആ സിനിമകളുടെ പ്രസക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും. മലയാളത്തിലല്ലാതെ മറ്റു ഭാഷകളിലും സിനിമ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ആ ഭാഷകളിൽ സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത എങ്ങനെയോ ആയിക്കോട്ടെ, അതെങ്ങനെയാണ് മലയാള സിനിമയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എത്രത്തോളം വാസ്റ്റാണ് എന്ന് തോന്നുന്നു? അതങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരവരുടെ ഭാഷകളിൽ ഒരു സിനിമ ചെയ്യാൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ സിനിമകൾ ചെയ്തുണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റിയുടെ പുറത്താണ് അവർ വിളിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ട് ഹൗസ് സ്പേസ് ഉണ്ടാക്കിയതിൻ്റെ പുറത്താണ് വിളിക്കുന്നത്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ സിനിമകൾ ചെയ്യുമ്പോഴും അവരുടെ ഭാഷയിലെ നിലവിലുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആർട്ട് ഹൗസ് സിനിമകൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് ഒരു മലയാളി ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ബേസിക്കലി നമ്മളൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ്. പിന്നെ അവരുടെ ഒരു ഇൻഡസ്ട്രിയെ വെച്ചിട്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയുടെ ശീലങ്ങൾക്കൊന്നും വഴങ്ങാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക, ഒരു സമവാക്യങ്ങളുള്ള സിനിമ അല്ലാതെ വേറൊരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ചലഞ്ചിങ് ആണ്. അപ്പോൾ അവരുടെ രീതി വേറെയാണ്, അവരുടെ ഒരു സെൻസിബിലിറ്റി വേറെയാണ്. ഇപ്പോൾ തെലുങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ തെലുങ്കിൻ്റെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഒരു കമേഴ്ഷ്യൽ കൾച്ചർ പോലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മളൊരു ആർട്ട് ഹൗസിൽ ഒരു സിനിമ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. പക്ഷേ അത് നമ്മളൊരു പക്ഷേ നമ്മൾ മലയാളത്തിൽ സിനിമ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാവുന്നുണ്ട്. വേറൊരു രാജ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ അതെ ഇതിൻ്റെ പപ്പ ബുക്കൊക്കെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് രാജ്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഷെയ്ഡ് ഹിസ്റ്ററി ഉണ്ട്. അതിനകത്തെ അനുഭവങ്ങൾ ഒരുപോലെയാണ്. ഈ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ക്യാരക്ടർ, ഇപ്പോൾ പ്രകാശ് ബാലയുടെ ക്യാരക്ടർ ആയാലും പിന്നെ അത് കേരളത്തിൽ നിന്നുള്ളൊരു ക്യാരക്ടർ ആണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നർ എമോഷൻസ് ഒക്കെ എന്ന് പറയുന്നത് കേരളമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, കേരളത്തിലെ ഒരു കാസ്റ്റ് പൊളിറ്റിക്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്യാരക്ടർ പോകുന്നത്. ഋതാബരി ചക്രവർത്തിയുടെ ഒരു ക്യാരക്ടർ ബംഗാളിൽ നിന്നുള്ള പിന്നെ ക്യാരക്ടറായിട്ട് തന്നെയാണ്. അപ്പോൾ അവരും അവരുടെ ഒരു പിന്നെ അന്വേഷണം എന്ന് പറയുന്നതും അവരുടെ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കണക്റ്റഡാണ്. രണ്ട് രാജ്യങ്ങളാണെങ്കിലും ഒരേ കാരണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വാറ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലെ ആളുകളെ അവരുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ അത് പല രീതിയിലാണ് പല ആളുകളെ ബാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കതങ്ങനെ ഒരു വേറെ രാജ്യത്ത് ചെയ്യുന്നു എന്നുള്ളതോ വേറൊരു ഭാഷയാണെന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഇതൊക്കെ നമ്മൾ നമ്മൾ നേരിട്ടല്ലെങ്കിലും ഈ വാറെന്ന് പറയുന്നത് നമ്മളുടെ മുൻ തലമുറയിലുള്ള പല ആളുകളും അനുഭവിച്ചിട്ടുള്ളത്, ഈ പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അവർ പോയി അനുഭവിച്ചിട്ടുള്ളവരാകാം, അവരുടെ പിൻതലമുറയൊക്കെ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഷെയർഡ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഇൻ്റർ കണക്റ്റഡ് ആണ് മുഴുവൻ. പപ്പ ബുക്ക ഓസ്കാറിലേക്ക് പപ്പുവ ന്യൂഗിനിയ രാജ്യത്തിന്റെ എൻട്രി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു ചിത്രത്തിന്റെ മുഴുവൻ സ്വപ്നത്തിനരികിലാണ് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പപ്പുവ ന്യൂഗിനിയ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഓസ്കാറിന് അയക്കുന്നത്. അവരുടെ രാജ്യം ഒരു 50 വർഷം പിന്നിടുന്ന സമയത്താണ്, 50ാമത്തെ ഇൻഡിപെൻഡൻസിൻ്റെ 50ാം വർഷം ആഘോഷിക്കുകയാണ് അവർ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്താണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 50ാം വർഷം ആഘോഷിക്കുന്ന ഒരു രാജ്യം ആദ്യമായിട്ട് ഒരു സിനിമ ഓസ്കാറിന് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈ വർഷം 86 സിനിമകളാണ് മൊത്തത്തിൽ, 86 രാജ്യങ്ങളാണ് അവരുടെ ഔദ്യോഗിക എൻട്രി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യഘട്ടം ആവുന്നതേ ഉള്ളൂ. ശരിക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ 86 രാജ്യങ്ങളുടെ സിനിമകൾ സബ്മിറ്റ് ചെയ്യുന്നു, ഓരോ രാജ്യം ഔദ്യോഗികമായിട്ടൊരു എൻട്രി അയക്കുന്നുള്ളതാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. കാരണം ഈ 86 സിനിമകളും ഈ ഓസ്കാറിൻ്റെ ഒരു വോട്ടിംഗ് മെമ്പേഴ്സുണ്ട്, ജൂറികളുണ്ട്. അപ്പം അവർക്ക് വോട്ടിംഗ് പവറുള്ള ജൂറി മെമ്പേഴ്സുണ്ട്. അവർ ഈ 86 സിനിമകൾക്ക് വോട്ട് ചെയ്ത് അതിൽ നിന്നൊരു 16 സിനിമകളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഡിസംബർ 16-ാം തീയതി പ്രഖ്യാപിക്കും. അതാണ് അടുത്ത ഘട്ടം. അപ്പോൾ ആ 16-ൽ പെടുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ആ 16-ൽ പെടണമെങ്കിൽ നമ്മൾ ഈ ഓസ്കാർ വോട്ടിങ്ങിൽ ഉള്ള ആളുകൾ അത് കൂടുതലും അമേരിക്കൻ ആളുകളാണുള്ളത്, ലോസ് ആഞ്ചൽസിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇതാരാണെന്ന് ആക്ച്വലി ആർക്കും അറിയില്ല. ഈ വോട്ടിംഗ് മെമ്പേഴ്സിന് അങ്ങനെ ഒരു പബ്ലിഷ്ഡ് ലിസ്റ്റല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സിനിമ കാണുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. ഇവർ സിനിമ കാണുക, പല രീതികളിൽ ഇവർ സിനിമ കാണും. ഇപ്പോൾ ഓസ്കാറിൻ്റെ അക്കാഡമി സൈറ്റിൽ നമ്മളുടെ ഈ സിനിമ അപ്ലോഡഡ് ആവും, അതവർക്ക് കാണാം. അതല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിൽ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടതുണ്ട് ഈ സിനിമ. അപ്പോൾ റിലീസ് ചെയ്യുകയും പിന്നെ ഇൻവൈറ്റഡ് സ്ക്രീനിങ്ങുകളൊക്കെ നടത്തണം. അപ്പോൾ അത്തരം ഒരു വലിയ പബ്ലിസിറ്റി ഉണ്ട്. ആ പബ്ലിസിറ്റി ശരിക്കും നമ്മൾ ഈ വലിയ രാജ്യങ്ങൾ, വലിയ സിനിമകളുണ്ട് ഈ കൂട്ടത്തിൽ. അവർ വലിയ മാർക്കറ്റിംഗ് കമ്പനികളും ഡിസ്ട്രിബ്യൂട്ടർ കമ്പനികളും ഒക്കെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വലിയ സിനിമകളുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ സ്വാഭാവികമായിട്ടും വലിയ പൈസ ചിലവഴിച്ചിട്ടാണ് അവരുടെ മാർക്കറ്റിംഗ് നടത്തുന്നത്. അവരെ പല രീതിയിലുള്ള ഇവൻറ്റുകൾ അവരെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഇവൻറ്റുകളിലൊക്കെ ആൾക്കാരെ വിളിക്കുകയും സിനിമകൾ കാണിക്കുകയും അങ്ങനെ അവരുടെ വലിയ പ്രൊമോഷൻ നടത്തും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പപ്പുവ ന്യൂഗിനിയ പോലൊരു ചെറിയ രാജ്യത്തിന് അത്ര വലിയ പ്രൊമോഷൻ ആക്ച്വലി നമുക്ക് നടത്താനുള്ള സാധ്യത
നമുക്കില്ല. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മളുടെ ഈ സിനിമയുടെ പ്രമേയം വളരെ റിലവൻ്റാണ്. ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമേയം ഞങ്ങളെ ഈ ഒരു ഓസ്കാർ റേസിൽ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ കുറച്ച് വോട്ടേഴ്സ് കൂടുതൽ ആ സിനിമ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ഞങ്ങളതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ വോട്ടിംഗ് മെമ്പേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് 16 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആ 16 സിനിമകളിൽ പെടുന്ന സിനിമകൾക്കാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പിന്നീട് പോകാൻ പറ്റുന്നത്. ആ സിനിമകൾ വീണ്ടും വോട്ട് ചെയ്തിട്ട് വീണ്ടും അവർ ഒരു 1.5 മാസത്തോളം പ്രൊമോഷൻ നടത്തുകയും ഏതാണ്ട് ഒരു ഫെബ്രുവരിയിൽ അടുത്ത ലിസ്റ്റ് ഇടും. ഒരു 5 സിനിമകളുടെ ഒരു ലിസ്റ്റ് ഇടും. ഈ 16-ൽ നിന്ന് 5 സിനിമകൾ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 5 സിനിമകളാണ് ഫൈനൽ നോമിനേഷനിലേക്ക് പോകുന്നത്. അതാണ് ശരിക്കും ഓസ്കാർ നോമിനേഷൻ എന്ന് പറയുന്നത്. ആ നോമിനേഷൻ കിട്ടുന്ന 5 സിനിമകളിൽ നിന്നും പിന്നീട് അടുത്ത ഘട്ടത്തിൽ വോട്ട് ചെയ്തിട്ട് മറ്റേ ഓസ്കാർ പുരസ്കാരദാന സമയത്ത് ഒരു സിനിമയ്ക്ക് പുരസ്കാരം കൊടുക്കുക. അപ്പോൾ ഈ 86 സിനിമകളിൽ നിന്ന് ഒരു സിനിമയ്ക്കാണ് ഓസ്കാർ കിട്ടുക, ഈ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നുള്ളത്. 86-ൽ നിന്ന് 16 ആവുന്നു, 16-ൽ നിന്ന് 5 ആവുന്നു, 5-ൽ നിന്ന് 1 ആവുന്നു. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലേക്ക് ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രി ആയിട്ട് വരുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് ശേഷമുള്ള ജേണി എന്ന് പറയുന്നത് ഈ 16-ൽ പെടുക എന്നുള്ളതാണ്. അതിന് ഞങ്ങളെ ഒരു കണ്ടൻറ് വൈസ് ഞങ്ങൾ ആ സിനിമ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് പല രാജ്യങ്ങളും ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുകയും പല രാജ്യങ്ങളും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു വാർ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നതാണ് നമ്മുടെ ഒരു സിനിമ. ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഏത് രാജ്യത്തിനാണ് യുദ്ധം കൊണ്ട് പ്രയോജനം? അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സിനിമയുടെ ഒരു കോർ തീമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീം ശ്രദ്ധേയമാകും. ഈ പറയുന്ന 86 സിനിമകൾ യുദ്ധം പ്രമേയമായ സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു അറ്റൻഷൻ കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഫിലിം കോൺക്ലേവ് നടന്നത്. അപ്പോൾ അതിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു വിവാദപരമായ പരാമർശം ഉന്നയിക്കേണ്ടായി. അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒരുപാട് ആൾക്കാർ രംഗത്തെത്തുകയും ചെയ്തു. അതിനെ ശക്തമായി പ്രതികൂലിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. എന്നാൽ ഒരു ഭാഗത്ത് അനുകൂലിച്ച ആൾക്കാരും ഉണ്ട്. അവരുടെയൊക്കെ വാദം എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഇതിൽ നിർമ്മിക്കുന്ന സിനിമകൾ അന്താരാഷ്ട്ര മേളകളിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊക്കെയായിരുന്നു. ആ ഒരു വാദത്തിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഈ ഒന്നാമത് നമ്മൾ ഈ സർക്കാർ ഈ ഒരു സ്കീം തുടങ്ങിയപ്പോഴേ സർക്കാരിൻ്റെ ഉദ്ദേശം ഈ സ്കീമിലുണ്ടാകുന്ന, അതായത് വനിതകളും പട്ടികവർഗത്തിൽപ്പെട്ട സംവിധായകരും ഉണ്ടാക്കുന്ന സിനിമകൾ, അവരുണ്ടാക്കുന്ന സിനിമകൾ മാത്രം ഇൻ്റർനാഷണൽ ലെവലിൽ പോയാൽ മതിയോ? ബാക്കി എത്ര സിനിമകൾ പോകുന്നുണ്ട് ഇവിടുന്ന്? മലയാളത്തിൽ 200-250 സിനിമ ഉണ്ടാകുന്നില്ലേ? കഴിഞ്ഞ 5-8 വർഷമായിട്ട് 250 സിനിമ ഉണ്ടാക്കുന്നിടത്ത് 500 കോടിയും 100 കോടിയും 50 കോടിയും ഒക്കെ വെച്ചിട്ട് സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. എത്ര സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്? അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പോകാത്തത് ഈ വനിതകൾക്കും പിന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സിനിമ എടുക്കുമ്പോൾ അവരുടെ സിനിമകൾ സർക്കാരിൻ്റെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ പൊക്കണമെന്ന് പറയുന്നത് കാര്യം. അവരെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടാത്ത വിഭാഗങ്ങളെ ആ സിനിമകളുടെ റെപ്രസെൻറ്റേഷൻ കിട്ടുകയും അവർ സിനിമകൾ നിർമ്മിക്കാൻ കൂടുതലായിട്ട് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കൺസെപ്റ്റ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കുക എന്നുള്ളതല്ല, അവരെ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മെച്ചപ്പെട്ട സിനിമകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനോടകം ആകെ എത്ര എനിക്ക് തോന്നുന്നു 8 സിനിമകളൊക്കെ അല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. ആ 8 സിനിമകളിൽ ഏതാണ് മോശം സിനിമകൾ? 8 സിനിമകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമകളാണ്. ഇവിടെ ഇപ്പുറത്ത് നിർമ്മിക്കപ്പെട്ട പല സിനിമകളെക്കാളും ഭേദപ്പെട്ട സിനിമകളാണ്. അതെ. അത് മാത്രമല്ല, അതിൽ പല സിനിമകളും നമ്മുടെ കേരള ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ പ്രദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാത്രം ഒരു അക്കൗണ്ടബിലിറ്റി മതിയോ? അങ്ങനെയാണെങ്കിൽ മൊത്തം അക്കൗണ്ടബിലിറ്റി എടുക്കണ്ടേ? നിങ്ങൾ 100 കോടി പടം മുടക്കിയിട്ട് നിങ്ങൾ സിനിമ എടുത്തിട്ട് എന്ത് നേടി, ഏത് ഫെസ്റ്റിവലിൽ പോയി എന്നൊരു ചോദ്യം കൂടി വരണ്ടേ? അപ്പോൾ ഇവർക്ക് മാത്രമേ അക്കൗണ്ടബിലിറ്റി വരുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് തന്നെ ഒരു മെച്ചപ്പെട്ട ഒരു അൺറെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗങ്ങൾക്ക് സിനിമയിലേക്ക് കടന്നു വരാനൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവർ കടന്നു വരുമ്പോൾ അവർ അത്യാവശ്യം ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ ഇവരുടെ സിനിമ ഉടനെ ക്യാനിൽ കിട്ടിയില്ല, ബെർലിനിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ചേട്ടാ ക്യാനിലും ബെർലിനും ഒക്കെ എത്ര കാലമായിട്ട് എത്ര സിനിമകൾ കിട്ടിയിട്ടുണ്ട്? വളരെ കുറവാണ്. അപ്പോൾ അതല്ലല്ലോ നമ്മളുടെ ഒരു പാരാമീറ്റർ. നമ്മുടെ പാരാമീറ്റർ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അത്തരത്തിൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ് വേണ്ടുന്നത്. അവിടെ മാത്രം എന്തിനാണ് ഇവർക്ക് ഈ അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നം വരുന്നത്? സർക്കാർ നിർമ്മിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു വാദത്തിന്റെ പിന്നിൽ KSFDCക്കും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ആ പങ്കിനെ എങ്ങനെയാണ് KSFDC നിർമ്മിക്കുന്ന സിനിമകൾ അത് എത്രത്തോളം ഉപയോഗപ്രദമാക്കണം എന്ന് തോന്നുന്നു?
അല്ല, ഇത് KSFDC ആണ് ചിന്തിക്കേണ്ടത്. വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളുടെയൊക്കെ നിർമ്മാതാവ് KSFDC ആണ്. ഈ പറയുന്ന 1.5 കോടി രൂപ ഇവർക്ക് എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ സിനിമ ഉണ്ടാക്കിക്കോന്ന് പറയാം. ഇവരുടെ 5 പൈസയും പോകുന്നില്ല. ഇവർ സിനിമ ചെയ്യുന്നുള്ളൂ. അവർക്ക് അതിൻ്റെ ക്രിയേറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ കാര്യങ്ങൾ മൊത്തം KSFDC ആണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ലാപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് KSFDC ആണ്. കാര്യം KSFDCക്ക് MD ഉണ്ട്, ചെയർമാനുണ്ട്, ഉദ്യോഗസ്ഥരുടെ ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പിന്നെ അടൂർ ബാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള ഉപദേശകന്മാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് ഇതിനകത്ത് ലാപ്സ് എന്താണ്, നിർമ്മാണത്തിൽ എന്തെങ്കിലും ലാപ്സ് ഉണ്ടെങ്കിൽ അവരെ പരിഹരിക്കട്ടെ. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർ നോക്കിക്കോളും. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധായകർ അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുള്ളൂ. അവരവരുടെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടിരുന്നു, സിനിമ ചെയ്യുന്നു, അവർക്ക് സംവിധാനം ചെയ്യുന്നുള്ളൂ. അവരത് നോക്കിയാൽ മതി. അതിലവർ കുഴപ്പം, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മാത്രം നോക്കിയാൽ പോരെ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിക്ക് ഉത്തരവാദി KSFDC ആണ്. കാര്യം KSFDC ആണ് പ്രൊഡക്ഷൻ. അതിന് ഇവരുടെ തലയിലോട്ട് എന്തിനാണ് ഇടുന്നത്? ഇവരൊക്കെ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയും ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് സർക്കാർ 1.5 കോടി കൊടുക്കുന്നു, ഇവർ സിനിമ ഉണ്ടാക്കുന്നു, അത് മൊത്തം കുഴപ്പമാണ്, ദൂർത്തടിക്കുന്നു, കുഴപ്പമാണ്. അങ്ങനെയല്ലെന്നേ. ഇവർക്ക് പൈസ കിട്ടും, ഇവർക്കല്ലല്ലോ പൈസ കൊടുക്കുന്നത്, ഇവർ സിനിമ ചെയ്യുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതിൻ്റെ മുഴുവൻ മോണിറ്ററിങ്ങും ഇതിൻ്റെ മുഴുവൻ എക്സ്പെൻഡിച്ചറും ഒക്കെ ചെയ്യുന്നത് KSFDC ആണ്. അവിടെ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് KSFDC ഉത്തരവാദിത്തമാണ്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. അതിന് ബന്ധപ്പെട്ട KSFDC ചെയർമാനും MD-യുമാണ് അതിന് ആൻസർ പറയേണ്ടത്. അവരത് മെച്ചപ്പെടുത്തട്ടെ. അവരെ മെച്ചപ്പെടുത്താനുള്ള ഉപദേശങ്ങൾ അടൂർ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് കൊടുക്കട്ടെ, KSFDCക്ക് കൊടുക്കട്ടെ. ഈ കുട്ടികൾ, ഈ വനിതകൾക്കും ഈ പറയുന്ന മറ്റേ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അല്ലല്ലോ ഉപദേശങ്ങൾ കൊടുക്കേണ്ടത്. ഉപദേശങ്ങൾ KSFDCക്കും സർക്കാരിനും കൊടുക്കട്ടെ. സർക്കാർ അതിനകത്ത് ഈ മെക്കാനിസത്തിൽ എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ സർക്കാർ പരിഹരിക്കട്ടെ. ആ മെക്കാനിസം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കട്ടെ. അല്ലാതെ ഇവർക്ക് ട്രെയിനിങ് കിട്ടാത്തതാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? അവർക്ക് ട്രെയിനിങ് കിട്ടിയാലും കിട്ടിയില്ലല്ലോ, അവർ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അവരുടെ സിനിമകളിൽ എന്തെങ്കിലും പ്രമേയപരമായിട്ടോ സാങ്കേതികപരമായിട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. ബാക്കിയുള്ള കുഴപ്പങ്ങളെല്ലാം ഇപ്പുറത്താണെന്നേ, നിർമ്മാതാക്കളുടെ ഭാഗത്താണ്. നിർമ്മാതാവാരാ? KSFDC സർക്കാരുമാണ്. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പരിഹരിക്കട്ടെ. ഇതിനെ മുഴുവൻ വളച്ചൊടിച്ചിട്ട് ഈ പറയുന്നൊരു നറേറ്റീവ് ഉണ്ടാക്കി 1.5 കോടി ഇവർക്ക് കൊടുക്കുന്നു, ഇവരെ ദൂർത്തടിക്കുന്നു എന്നുള്ളൊരു ആ നറേറ്റീവ് ഉണ്ടാക്കിയതാണ് ഏറ്റവും വലിയ അപരാധം. അത് ശരിയല്ല. ഇവർക്കാർക്കും 1.5 കോടി കിട്ടിയിട്ടില്ല. ഇവർക്കൊരു 1 കോടി പോലും പോയിട്ട് 1 രൂപ പോലും ഇവരുടെ പേരിൽ ആർക്കും കൊടുക്കുന്നില്ല. ഇവർ ചെയ്യുന്നതിന് ഇവർക്കൊരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ കിട്ടുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു പൈസ ഇവരുടെ പേരിൽ പോകുന്നില്ല. അപ്പോൾ അത് തന്നെ ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധരിപ്പിക്കലാണത്. അത് എനിക്കൊന്നും ഈ സിസ്റ്റത്തെ പറ്റി പഠിക്കാതെ ഒക്കെ പറയുന്ന പറച്ചിലാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമകൾ തന്നെ പിന്നീട് തിയേറ്റർ എത്തുമ്പം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ അവർ തന്നെയല്ലേ അതിന് പ്രൊമോഷൻ നൽകുകയും ചെയ്യേണ്ടത്? അതും വലിയൊരു, അതായത് 1 കോടി 1.5 കോടി എന്ന് പറഞ്ഞിട്ട് 1 കോടി 10 ലക്ഷമാണ് ഈ നിർമ്മാണത്തിന് ചിലവഴിക്കുന്നത്. ബാക്കി 40 ലക്ഷം രൂപ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് KSFDC പറയുന്നത്. ഈ പ്രൊമോഷൻ നടത്തുന്ന ആരാ? KSFDC ആണ്. തിയേറ്റർ റിലീസ് ചെയ്യുന്ന ആരാ? KSFDC ആണ്. ഇതൊന്നും ഈ സംവിധായകരുടെ ഇതിൽപ്പെടുന്നതല്ലല്ലോ. സംവിധായകർ ഒരു തിരക്കഥ വിളിക്കുമ്പോൾ അവരപേക്ഷിക്കുന്നു, ഒരു ജൂറി ആ തിരക്കഥ വായിക്കുന്നു, കൊള്ളാവുന്ന തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നു, കുറേ ആളുകൾ ഈ തിരഞ്ഞെടുത്ത ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അവരെ കൊണ്ട് സിനിമ ചെയ്യിക്കുന്നു. ആ സിനിമയ്ക്ക് ആവശ്യമായ പൈസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും KSFDC ആണ് ചെയ്യുന്നത്. ഇവർ സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട് തീർന്നു. ഈ സിനിമ തിയേറ്ററിൽ കൊണ്ടുവരുന്നതും റിലീസ് ചെയ്യുന്നതും പബ്ലിസിറ്റി കൊടുക്കുന്നതും ഒക്കെ KSFDC ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പാളിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ അവരാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ഈ സിനിമയ്ക്ക് ആവശ്യമായ പ്രൊമോഷൻ കൊടുക്കാൻ എന്താണ് അവരാലോചിക്കട്ടെ. ഇതിന് കൃത്യമായ പ്രൊമോഷൻ കൊടുത്തിരുന്നോ? ഇത് ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നില്ല എന്ന് പറയുന്നത്. ഇവരെത്ര ഫിലിം ഫെസ്റ്റിവലിൽ അയച്ചിട്ടുണ്ട്? ഇവർക്ക് അയക്കാൻ പറ്റില്ലല്ലോ. ഈ എന്താ പറയുക, ഈ സംവിധായകർക്ക് നേരിട്ട് അയക്കാൻ പറ്റില്ലല്ലോ. ഇത് KSFDC പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ KSFDC എത്ര ഫെസ്റ്റിവലിലേക്ക് സിനിമകൾ അയച്ചിട്ടുണ്ട്? അത് നമ്മൾ പരിശോധിക്കപ്പെടണ്ടേ? അയക്കാഞ്ഞുകൊണ്ടാണോ ഇത് തിരഞ്ഞെടുക്കപ്പെടാതെ ഇരുന്നതെന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടേ? അപ്പോൾ KSFDCയുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ ലാപ്സുകളെയും മറികടക്കാൻ വേണ്ടിയിട്ട് ഈ വനിതാ സംവിധായകരെയും മറ്റേ പട്ടികവർഗ സംവിധായകരെയും ഒക്കെ അവരുടെ പേരിലേക്ക് ഇതിനെ ഒരു ആരോപണം വഴിതിരിച്ചു വിടുന്ന ഒരു രീതിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇത് നിർത്തണം, ഈ ഒരു പ്രോസസ്സ് നിർത്തണം. ഇപ്പോൾ കുറച്ച് വനിതാ സംവിധായകർ വന്നില്ലേ കേരളത്തിൽ, കുറേ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംവിധായകർ വന്നില്ലേ കേരളത്തിൽ? എന്തിനാണ് ഇവർക്ക് കൂടുതൽ വരുന്നത്? ഈ സ്കീമുള്ളതുകൊണ്ടല്ലേ ഇവർ വന്നത്. ഈ സ്കീമില്ലെങ്കിൽ ഇത് വരില്ലല്ലോ. അപ്പോൾ ഈ സ്കീം എങ്ങനെയും നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതിന് ഇത്തരം വാദങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാതാക്കുന്നത്. അതെ, അതായത് ഇവരുമായി ബന്ധപ്പെട്ട അല്ലാത്ത വാദങ്ങൾ ഇവരുടെ നേർക്ക് വഴിതിരിച്ചു വിട്ടിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ചിട്ട് ഈ പ്രോജക്റ്റ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ശ്രമമാണോ സംശയിക്കപ്പെടേണ്ടതുണ്ട് ഇതിനകത്ത്. അത് സവർണ വിഭാഗത്തിന്റെ അത് ഒരു സവർണത മാത്രമല്ല, ഒരു സുപ്പീരിയോറിറ്റി ഒരു സംഗതി ഉണ്ടല്ലോ. ഇതിപ്പം ഈ പറഞ്ഞ ഒരു സിനിമകൾ ചെയ്യാനായിട്ട് അങ്ങനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരൊക്കെ വന്നാൽ മതി, അതല്ലെങ്കിൽ ഈ ട്രെയിനിങ് ഒക്കെ കിട്ടിയവർ വന്നാൽ മതി. അല്ലാതെയുള്ള ആളുകൾ പെട്ടെന്ന് വന്നിട്ട്, പ്രത്യേകിച്ച് വനിതകളും ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് ഓടി വന്ന് സിനിമയൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല
എന്നുള്ളൊരു ഒരു ആശയം ഉണ്ടാവുമല്ലോ. അതൊക്കെ കൂടെ എല്ലാം കൂടെ ഉൾച്ചേർന്നുണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റാണിത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പ്രൈവറ്റ് എന്ന് പറഞ്ഞ സിനിമക്ക് സെൻസർ ബോർഡ് വലിയ രീതിയിലുള്ള വെട്ടുകൾ കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടൊന്നുമില്ല, ഈ അടുത്ത് തന്നെ 3 സിനിമകൾ. അപ്പോൾ ചലച്ചിത്രത്തിലൂടെയുള്ള നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാവി എങ്ങനെയാണ് സെൻസർ ബോർഡ് ഇല്ലാതാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അതിനകത്ത് ഈ സെൻസർ ബോർഡ് നമ്മൾ സിനിമ കണ്ട് അതിനകത്ത് കറക്ഷൻസോ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ നിയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് സെൻസർ ബോർഡ് അംഗങ്ങൾ. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ ആരാണ്, അവരുടെ യോഗ്യത എന്താണെന്നുള്ളതാണ്. ഈ സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമില്ലാത്ത മനുഷ്യന്മാരാണ് കൂടുതലും ഇതിനകത്ത് വരുന്നത്. അത് പലതും പൊളിറ്റിക്കൽ ബന്ധത്തിൻ്റെ പുറത്ത് വരുന്നതാണ്. ഒന്നുകിലും പൊളിറ്റിക്കലായിട്ട് പരിചയമുള്ള ഒരാളുടെ അമ്മാവൻ, അവരുടെ ഭാര്യ, അതല്ലെങ്കിൽ മകനെ, മകള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ മെമ്പർമാരായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന പൊളിറ്റിക്കൽ ലീനിയൻസിയാണുള്ളത്. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഈ സിനിമ ഈ പൊളിറ്റിക്കലായിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയ പൊളിറ്റിക്കൽ പാർട്ടിക്ക് മോശമായിട്ട് ഉള്ളതാണ്. പിന്നെ അവർ ബ്ലൈൻഡായിട്ട് അങ്ങ് പറഞ്ഞേക്കാണ് അത് കട്ടിക്കണം, ഇത് കട്ടിക്കണം, അത് കട്ടിക്കണം എന്നൊക്കെ. ഇതൊന്നും ഇവരുടെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല. ഇത് നമ്മുടെ ഫിലിം മേക്കേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇവരന്തിമ വിധിയൊന്നും അല്ലല്ലോ. ഇതിൻ്റെ അപ്പീൽ അതോറിറ്റി ഉണ്ട്. അപ്പീൽ അതോറിറ്റി കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂ അതോറിറ്റി കഴിഞ്ഞിട്ട് അപ്പീൽ അതോറിറ്റി ഉണ്ട്. അതും റിജക്റ്റ് അവിടെയൊക്കെ ഈ ആൾക്കാർ തന്നെയാണുള്ളത്. അവിടെയൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്തിമമായിട്ട് കോടതിയുണ്ട്. കോടതിയിൽ പോകാം, ഇതിനെ ചലഞ്ച് ചെയ്യാം. പക്ഷേ ആ രീതിയിലേക്ക് നമ്മുടെ ഫിലിം മേക്കേഴ്സ്, ഞാൻ പറയുന്നത് ഫിലിം മേക്കേഴ്സ് ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് സിനിമ ഉണ്ടാക്കിയാൽ ആ ധൈര്യം പിന്നെയും കാണിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജയൻ ചെറിയാൻ്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ജയൻ ചെറിയാൻ്റെ കബഡി സ്പേസ് ഒക്കെ ഉണ്ടായ സമയത്ത് ജനങ്ങ അറ്റം വരെ പോയി. ഇപ്പോൾ ആനന്ദ് പട്വർദ്ധൻ്റെ എല്ലാ സിനിമകളും സെൻസർ ബോർഡ് കത്രി വെക്കുന്ന സിനിമകളാണ്. പക്ഷേ ആനന്ദ് പട്വർദ്ധൻ ചെയ്യുന്ന എന്താണ്, അതിനെല്ലാം എത്രയോ വർഷങ്ങൾ നീണ്ട ഫൈറ്റും ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകളും ഒരു കട്ടുപോലും ഇല്ലാതെ അദ്ദേഹം ഇറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ധൈര്യം നമ്മുടെ ഫിലിം മേക്കേഴ്സ് ഒരു ഉണ്ടാവുന്നുണ്ട്. ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന സിസ്റ്റം ഹൈലി കറപ്റ്റഡ് ആണ്. അവർ ഹൈലി എന്താ പറയുക ഒരു പൊളിറ്റിസൈസ്ഡ് ആണ്. അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി മോട്ടോ ആണ്. അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെതിരായിട്ടുള്ള എല്ലാ സിനിമകൾക്കും അവർ കത്രി വെക്കും. പക്ഷേ അതിനെതിരായ സിനിമകളാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഫിലിം മേക്കേഴ്സിന് കുറവുണ്ട്. അപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യുമ്പം ഇപ്പോൾ ഒരു കുറച്ച് കട്ട് ചെയ്താൽ ശരി ഞങ്ങൾ കട്ട് ചെയ്തോളാമേ എന്ന് പറഞ്ഞിട്ട് അവർ സാഷ്ടാംഗം നമസ്കരിച്ച് കട്ട് ചെയ്ത് അത് അവരുടെ ഒരു എന്താ പറയുക, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് തിയേറ്ററിലേക്ക് എത്തിക്കേണ്ടതുകൊണ്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സിനിമകളാണ്. ചിലപ്പോൾ റിലീസ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ അത്ര കോടികളുടെ ഇതാണ്. അപ്പോൾ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പുറത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ അത് ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഫിലിം മേക്കേഴ്സാണ്. ഇത് സെൻസർ ബോർഡ് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്സിന് ഏഗൻസ്റ്റ് ആയിട്ടുള്ള എല്ലാം ഞങ്ങൾ കത്രി വെക്കും. അത് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് ഒരു ലോജിക്കും ഇല്ല. അതവർ ഡിസൈഡറാണ്. പിന്നെ അതിനെ മറികടന്ന് സിനിമകൾ ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുകയും ആ സിനിമകൾക്ക് വേണ്ടിയിട്ട് അവസാനം വരെയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സുപ്രീം കോടതി വരെയും പോകാമല്ലോ, അതുവരെയും ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നമുക്കൊരു ഒരു ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര സിനിമകൾ ചെയ്യാതിരിക്കുക എന്നുള്ള കൂടിയാണ് അതിനകത്തൊരു ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമുക്കുള്ളത്. അതൊരു ദയനീയമായ ഒരവസ്ഥയാണ്. താങ്കളുടെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കഥാപാത്രങ്ങളെ പേരില്ലാതെ അത് പപ്പ ബുക്കയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അത് വേറെ രാജ്യത്തായോണ്ട് ഒരു പ്രശ്നം? പപ്പ ബുക്കിൽ എത്തുമ്പോൾ പേരുണ്ടെന്നുള്ളതിൻ്റെ കാരണം അതിനകത്തൊരു ആ പേരൊരു പ്രധാന കാര്യം കൂടിയാണ്. അതിൽ ഒരു പേരുകൾ ഇപ്പോൾ പിന്നെ ഈ പ്രകാശ് ബാര പിന്നെ അഭിനയിക്കുന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേരിന് അതിനകത്തൊരു സാന്നിധ്യമുണ്ട്. ആ പേരൊരു ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് സംസാരിക്കുന്ന കഥാപാത്രമാണ്. ആ പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ സീനുകളും ആ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരിലൂടെ ചില കാര്യങ്ങൾ പറയണം എന്നുള്ളത് നമ്മൾ പേര് മസ്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പേര് റിലവൻസ് ഇല്ല, ഇത് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു പ്ലോട്ടാണെന്ന് പറയുമ്പോൾ അത്തരത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ സിനിമകളിലും ഇപ്പോൾ എനിക്കൊന്ന് പപ്പ ബുക്കിലാണ് കുറേ കാലത്തിന് ശേഷം നമ്മൾ പേരുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പക്ഷേ അത് പേര് ഉറപ്പായിട്ടും വേണം. പേര് മാത്രമല്ല, പേരും സർനെയിമും അതിനകത്ത് പ്രധാനമാണെന്നുള്ളത് കൊണ്ടാണ് ആ കഥാപാത്രത്തിന് അങ്ങനെ തന്നെ പേരിട്ടിരിക്കുന്നത് അതിനകത്ത്.